മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെയും ഹരമായി മാറിയ സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും സുവർണമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിരന്തരമായ അവഗണനകൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം കഠിനാധ്വാനം കൊണ്ട് സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിലെ അനിഷേധ്യ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. T20 ലോകകപ്പിലെ ഐതിഹാസിക പ്രകടനത്തിന് പിന്നാലെ IPL തകർപ്പൻ ഫോമും ഇപ്പോൾ ഏകദിന ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വാർത്തകളും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് സഞ്ജു എന്ന താരത്തിന് ലഭിക്കുന്ന ജനപിന്തുണയാണ്. സഞ്ജു ടീമിന് പുറത്തിരുന്നപ്പോഴും ടീമിൽ ഉൾപ്പെട്ടപ്പോഴും സോഷ്യൽ മീഡിയയിലും സ്റ്റേഡിയങ്ങളിലും ഒരേപോലെ ഉയർന്നുകേട്ട പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ സ്നേഹത്തിന് സഞ്ജു ഇപ്പോൾ നൽകുന്ന തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ്. ഇന്ത്യ ലോക കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ സഞ്ജു വഹിച്ച പങ്ക് വാക്കുകൾക്ക് അതീതമാണ്. വെറും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതിലുപരി ടീമിന് ആവശ്യമുള്ളപ്പോൾ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും തകർപ്പൻ അടികളിലൂടെ റൺ റേറ്റ് ഉയർത്താനും സഞ്ജുവിന് സാധിച്ചു. ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടിയതോടെ T20 ഫോർമാറ്റിൽ സഞ്ജുവിനെ മാറ്റി നിർത്താൻ ആർക്കും സാധിക്കാത്ത സാഹചര്യം നിലവിൽ വന്നു. ഓപ്പണിംഗിലും കീപ്പിംഗിലും അദ്ദേഹം കാണിച്ച പക്വത വരാനിരിക്കുന്ന T20 പരമ്പരകളിലും അദ്ദേഹത്തിന്റെ സ്ഥാനം ഭദ്രമാക്കുന്നു. ഈ വർഷത്തെ IPL ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു ചേക്കേറിയത് വലിയ വാർത്തയായിരുന്നു. MS ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ കാണുന്ന ആരാധകർക്ക് അദ്ദേഹം നൽകിയ മറുപടി ബാറ്റുകൊണ്ടായിരുന്നു. സീസണിൽ ഇതിനോടകം തന്നെ 2 തകർപ്പൻ സെഞ്ചുറികൾ നേടി അദ്ദേഹം CSKയുടെ വിശ്വസ്തനായി മാറി. ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിട്ടുമുണ്ട്. നിലവിലെ IPL ഫോം അദ്ദേഹത്തിന്റെ മാനസിക നിലയെയും ബാറ്റിംഗ് ശൈലിയെയും പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം ഋഷഭ് പന്തിന്റെ ഫോമാണ്. IPLൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായ പന്ത് ഇത്തവണ ദയനീയ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗിലും നായകത്വത്തിലും ഒരുപോലെ പിന്നോട്ട് പോയ പന്തിന് 8 ഇന്നിംഗ്സുകളിൽ നിന്നും വെറും 27 ശരാശരിയിൽ 149 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഒരു അർദ്ധ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ പന്തിന് താളം കണ്ടെത്താനായിട്ടില്ല. പന്തിന്റെ ഈ മോശം ഫോം സഞ്ജുവിന് ഏകദിന ടീമിലേക്കുള്ള മടങ്ങിവരവിനുള്ള വഴി എളുപ്പമാക്കുന്നു. ദ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പന്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സീനിയർ സ്പോർട്സ് ജേർണലിസ്റ്റ് അഭിഷേക് ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് ഉടൻ തിരികെ വിളിക്കുമെന്നാണ്. ജൂണിൽ അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ സഞ്ജു ഉൾപ്പെടാൻ സാധ്യതയേറി. ഈ ഫോർമാറ്റിൽ KL രാഹുൽ ആയിരിക്കും ഇന്ത്യയുടെ ആദ്യ ചോയ്സ് വിക്കറ്റ് കീപ്പർ എങ്കിലും പന്തിനെ ഒഴിവാക്കി സഞ്ജുവിനെ ബാക്കപ്പായി ടീമിൽ നിലനിർത്താനാണ് സെലക്ടർമാരുടെ പദ്ധതി. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പാണ് സഞ്ജുവിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകൾ പേസിനും ബൗൺസിനും പേരുകേട്ടതാണ്. അവിടെ മികച്ച രീതിയിൽ കളിക്കാനുള്ള സാങ്കേതിക തികവ് സഞ്ജുവിനുണ്ട്. IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജു പുലർത്തുന്ന സ്ഥിരത ലോകകപ്പ് ടീമിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉറപ്പാക്കിയേക്കും. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ അദ്ദേഹം എപ്പോഴും ടീമിലെ സ്ഥിരം സാന്നിധ്യമാകേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാം. കളിച്ച മത്സരങ്ങൾ 16, നേടിയ റൺസ് 510, ശരാശരി 56.66, സെഞ്ചുറി 1, അർദ്ധ സെഞ്ചുറി 3. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ നേടിയ കന്നി സെഞ്ചുറി സഞ്ജുവിന്റെ മികവിന്റെ അടയാളമായിരുന്നു. അന്ന് മാച്ച് ഓഫ് ദി വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പിന്നീട് അദ്ദേഹത്തെ ടീമിൽ നിന്നും തഴഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നീതി വൈകിയെങ്കിലും സഞ്ജുവിനെ തേടിയെത്തുക തന്നെയാണ്. സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ഏറ്റവും വലിയ ആകർഷണം അദ്ദേഹത്തിന്റെ ശൈലിയാണ്. യാതൊരു പ്രയാസവുമില്ലാതെ സിക്സറുകൾ പായിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ബൗളറുടെ ലൈനും ലെങ്ത്തും മുൻകൂട്ടി മനസ്സിലാക്കി ഷോട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയും സഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അമിതമായ സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യുന്ന സഞ്ജു ക്രീസിൽ ഉണ്ടെങ്കിൽ ഏതു വലിയ ലക്ഷ്യവും ഇന്ത്യക്ക് അനായാസമാകും. വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സ്റ്റംപിംഗിലും ക്യാച്ചുകൾ എടുക്കുന്നതിലും അദ്ദേഹം ഇപ്പോൾ കൂടുതൽ കൃത്യത പുലർത്തുന്നു. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ അതിവേഗം റൺസ് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. സഞ്ജുവിന്റെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്നത് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. ക്രിക്കറ്റ് കരിയറിലെ ഉയർച്ച താഴ്ചകൾ പക്വതയോടെ നേരിട്ട് അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഋഷഭ് പന്തിനെ പോലുള്ള മുൻനിര താരങ്ങളുടെ ഫോമില്ലായ്മ സഞ്ജുവിന് ഒരു അവസരമാകുമ്പോൾ അത് മുതലാക്കി ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് സഞ്ജുവിന്റെ മുന്നിലുള്ള വെല്ലുവിളി. മലയാളി ആരാധകർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കും സഞ്ജുവിന്റെ മടങ്ങിവരവ് വലിയ ആവേശമാണ് നൽകുന്നത്. അഫ്ഗാൻ പരമ്പരയിലും തുടർന്നും വരുന്ന മത്സരങ്ങളിൽ സഞ്ജു തന്റേതായ ശൈലിയിൽ തിളങ്ങുമെന്നും അടുത്ത ലോകകപ്പിൽ ഇന്ത്യയുടെ കുപ്പായത്തിൽ അദ്ദേഹം കളിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. സഞ്ജു എന്ന പോരാളിയുടെ യഥാർത്ഥ പോരാട്ടം ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ.